അങ്ങനെ ഡ്രാഗൺ കണ്ടു. നല്ല കിടിലം പടമാണ്, കിടിലം കൊമേഴ്ഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ സിനിമ. ആൻഡ് ഈ സിനിമയെ പറ്റി എനിക്ക് ഫസ്റ്റ് പറയാമെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ആക്ട് ചെയ്ത ഒരു ആക്ടറിനെ പറ്റി തന്നെ, പ്രദീപ് രംഗനാഥൻ. മൂപ്പരെ മുമ്പത്തെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും, ലവ് ടുഡേ എന്ന് പറഞ്ഞ സിനിമ. അതും ഈ സിനിമ പോലത്തെ നല്ലൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ഒരു അടിപൊളി സിനിമ തന്നെയാണ് ഈ ഡ്രാഗൺ എന്ന മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് എസ്പെഷ്യലി ബോയ്സിനൊക്കെ കുറേ റിലേറ്റബിൾ ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഭയങ്കര എൻഗേജിങ് തന്നെയാണ് ഈ സിനിമ. തുടക്കം തൊട്ട് അവസാനം വരെ പിടിച്ചിരുത്തുന്നുണ്ട് ഈ സിനിമ. അത് ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റാണ്, അടുത്ത് പറയണം. ഒരു നിമിഷം ഒരു ലാഗ്, ഒരു പൊടി ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കില്ല. അത്രക്കും ഗംഭീര റൈറ്റിംഗ് തന്നെയാണ്. ആൻഡ് ഇങ്ങോട്ട് ഈ സിനിമയിലെ പ്രദീപ് രംഗനാഥൻ ആക്ടർ മാത്രമല്ല, ഫിലിം ഡയറക്ടർ. സോ അതിൻ്റെ ഒരു മികവ് ഈ ആക്ടിങ്ങിലും മൂപ്പര് കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല ഗംഭീര ആക്ടിങ് ആണ്. ഇമോഷണൽ ആണെങ്കിൽ ഇമോഷണൽ, ദേഷ്യം പിടിക്കുന്ന സീക്വൻസ് ആണ്, ദേഷ്യം പിടിക്കുന്ന സീക്വൻസ് എല്ലാം നല്ല പെർഫെക്റ്റ്ലി ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടുത്തുള്ള സുഹൃത്തോ അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ റിലേറ്റബിൾ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ആ ഒരു ക്യാരക്ടർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് ഭയങ്കര തന്നെ ഇമോഷണലി ടച്ച് ആക്കുന്നുണ്ട് ആ ക്യാരക്ടർ. എസ്പെഷ്യലി ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസിലേക്കെല്ലാം വരുമ്പോൾ അച്ഛനും മോൻ തമ്മിലൊരു ഇമോഷണൽ ടോക്കിംഗ് എല്ലാം ഉണ്ട്. അത് സെക്കൻഡ് പ്ലസ് പോയിന്റ് തന്നെ ഈ സിനിമയെ പറ്റി. ആൻഡ് ഈ സിനിമയിൽ കുറേ ലവ് ട്രാക്കും ലവ് സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നല്ല പെർഫെക്റ്റ്ലി ചെയ്തിട്ടുണ്ട്. ആക്ച്വലി 2 നായകന്മാരെല്ലാം ഈ സിനിമയിൽ വരുന്നുണ്ട്. അവരെല്ലാം നല്ല ഇങ്ങനെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് കുറേ പാട്ടും ഈ സിനിമയിലുണ്ട്, 4-5 പാട്ട്. എല്ലാ പാട്ടും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ മൊത്തത്തിൽ ഈ സിനിമയെ പറ്റി നെഗറ്റീവായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഈ സിനിമ മൊത്തത്തിൽ ഗംഭീര എൻ്റർടൈൻ ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു ഈ സിനിമയെ പറ്റി നെഗറ്റീവ് അറിയാൻ ഒന്നും തോന്നിയില്ല. കോമഡി സീക്വൻസ് ഒക്കെ നല്ല ഇങ്ങനെ കണക്ട് ഉണ്ട്. മൊത്തത്തിൽ ഫൺ രീതിയിൽ പോകുന്ന സിനിമ തന്നെയാണ്. ബട്ട് എന്താ പറയുക, പൊട്ടിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോകുന്ന സിനിമയല്ല. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് പൊന്തി വരുന്നേ ഒരു ഹൈ ഗ്രാഫിൽ വന്നിട്ട് പെട്ടെന്നൊരു പോക്കാണ്. സോ കുറേ ഹിലാരിയസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ആക്ടർ പ്രദീപ് രംഗനാഥൻ ഒരു ആക്ടർ ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമയെ പറ്റി ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇമോഷണൽ സീക്വൻസ് ഒക്കെ നല്ല ഇങ്ങനെ കണക്ട് ആയിട്ടുണ്ട്. അത് അതുകൊണ്ട് നമുക്ക് ഒരു തരത്തിൽ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. മ്യൂസിക്കൊക്കെ നൈസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി 2 ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് ഈ സിനിമയിൽ. ഫസ്റ്റ് സിനിമ തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് കൊണ്ട് 2 ഗംഭീര ഫൈറ്റ് സീക്വൻസ് തന്നെയായിരുന്നു. ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ആവശ്യമില്ല. ബട്ട് ഒരു കൊമേഴ്ഷ്യൽ രീതി അതിനെ കൊണ്ട് തന്നെ ആ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നല്ല നൈസായിട്ട് തന്നെ അവർ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ഗംഭീര എൻ്റർടൈനാണ്. മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഗംഭീര എൻ്റർടൈനാണ്. സോ ഈ പടം എന്ന് പറയുമ്പോൾ 2K കിഡ്സ് നല്ല ഇരിക്കാൻ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് തന്നെ കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ സീക്വൻസ് ഉണ്ട്. നമ്മളെ ആ ഒരു ലൈഫും നമുക്ക് ഇനി നേരിടാൻ പോകുന്ന ലൈഫും കാര്യങ്ങളെല്ലാം ശരിക്കും നല്ല ഇങ്ങനെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അതിന് സിനിമ നല്ലൊരു മെസ്സേജ് നമുക്ക് ലാസ്റ്റ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫീൽ ഗുഡ് അനുഭവം കൂടി സിനിമ തരുന്നുണ്ട്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗംഭീര എൻ്റർടൈനർ, അത്രേ പറയാനുള്ളൂ. ഫുൾ പോസിറ്റീവ് ആയ സിനിമയെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു നെഗറ്റീവോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. സോ ഒരിക്കലും മിസ് ഔട്ട് ചെയ്തിട്ട് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളൂ. എസ്പെഷ്യലി 2K കിഡ്സ് ലവ് ടുഡേ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. എന്തായാലും ഇഷ്ടപ്പെടും. ഗംഭീര പടം.